അഭിലാഷ്, നമ്മുടെ വാനിൽ മരിച്ചവരുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ എന്തായി? ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിലെ ഒരു വാഹനത്തിൻ്റെ അകത്ത് രണ്ടുപേര് മരിച്ചു കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടത്. അതിനുശേഷം അവിടെ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ ഇൻക്വസ്റ്റ് നടപടി, അതായത് രാത്രി ആയതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടത്താൻ കഴിയില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായും ദേശീയപാതയുടെ തീരത്തായതുകൊണ്ട് തന്നെ അതിൽ ചില ദുരൂഹതകളൊക്കെ ഉണ്ടോ എന്നുള്ള അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി അത്തരത്തിൽ സംശയമുള്ളത് കൊണ്ട് തന്നെ അത്തരം ഇൻക്വസ്റ്റ് വേണ്ട എന്നുള്ള തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായി തന്നെ ഈ ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ പരിശോധന ആരംഭിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നത്. അതോടൊപ്പം തന്നെ ADMന്റെ നേതൃത്വത്തിൽ അവിടെ ലൈവായി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാനുള്ള നീക്കം നടക്കുകയും ചെയ്തു. നമുക്കറിയാം, പൊന്നാനി കേന്ദ്രീകരിച്ചുള്ള ഒരു കാരവൻ ടൂറിസത്തിൻ്റെ ഒരു വാഹനത്തിലെ 2 ജീവനക്കാരാണ് ഇന്നലെ അവിടെ മരിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ അവരുടെ വാഹനം അവിടെ എത്തിക്കുകയും അവിടെ കിടന്നുറങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ AC ലീക്കായതാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം തന്നെയാണ് ഇപ്പോൾ പോലീസുള്ളത്. ഏതായാലും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയോ നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിശദമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത്. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ മനോജ്, കണ്ണൂർ പറശ്ശേരി സ്വദേശിയായ ജോയൽ എന്നീ 2 പേരാണ് ഇന്നലെ മരിച്ചത്. അവർ ടൂറിസം പ്രവർത്തകരായിരുന്നു, കാരവൻ്റെ ഓപ്പറേറ്റേഴ്സാണ്. ഇവർ 2 പേരും AC ഗ്യാസ് ലീക്ക് ചെയ്തതാവാം അപകട കാരണം എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും നിർഭാഗ്യകരമായ സംഭവം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നുവെന്നാണ് അഭിലാഷ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.